ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്കിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് നിലവിൽ അതിൻ്റെ ചെയിൻ സ്പോക്കറ്റ് മാറ്റാനും അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാനാണ് പറഞ്ഞിട്ടുണ്ടായത്. ചെയിൻ സ്പോക്കറ്റൊക്കെ ശരിക്കും നല്ല രീതിയിൽ മോശമായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സ്പോക്കറ്റിൻ്റെ കണ്ടീഷൻ ഇതൊക്കെയാണ്. തീരെ മോശമായ ഒരവസ്ഥയിലാണ് ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചെയിൻ സ്പോക്കറ്റ് നമ്മൾ സെറ്റപ്പായിട്ട് അയച്ച് മാറുന്നുണ്ട്. ചെയിനൊക്കെ ഫുൾ ഡ്രൈ ആയിട്ട് കിടന്നാണ് ഓടിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ട് അതിൻ്റെ സ്പോക്കറ്റ് തേമാനം വരികയും കംപ്ലയിൻറ്റ്സ് പെട്ടെന്ന് കൂടുതലായിട്ട് വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ചെയിൻ മാറ്റി കഴിഞ്ഞാലും നമുക്ക് ഏകദേശം ഉണ്ടല്ലോ, ഫസ്റ്റിലത്തെ ഒരു 500 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ എന്തായാലും ചെയിൻ ടൈറ്റ് ചെയ്യണം. പിന്നെ അത് കൂടാതെ കൊണ്ട് ഓരോ മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ അതിനുള്ളിൽ നിർബന്ധമായിട്ടും ചെയിൻ ടൈറ്റ് ചെയ്യുക. ചെയിൻ ഓയിൽ അല്ലെങ്കിൽ ഗ്രീസോ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. ചെയിൻ ലൂബ്രിക്കേഷൻ എന്തെങ്കിലും നമ്മളതൊന്ന് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ചെയിൻ പെട്ടെന്ന് ഡ്രൈ ആയിപ്പോൾ തേമാനം വളരെ പെട്ടെന്നായിരിക്കും, പെട്ടെന്ന് കംപ്ലയിൻസിലേക്കും പോകും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പുതിയത് ഇട്ടാലും നമ്മളത് ശ്രദ്ധിക്കുന്നത്, ശ്രദ്ധ കുറവാണെങ്കിൽ ഉറപ്പായിട്ടും ചെയിൻ പോകും. കമ്പനീനെ കുറ്റം പറഞ്ഞിട്ടോ ചെയിൻ സ്പോക്കറ്റ് മോശമാണെന്ന് പറഞ്ഞിട്ടോ കാര്യമില്ല. നമ്മളത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഇത് ചെയിൻ സ്പോക്കറ്റ് മാറണം. ചെയിൻ സ്പോക്കറ്റ് കിറ്റായിട്ടാണ് മാറ്റേണ്ടത്. അത് കൂടാതെ നമ്മൾ അതിൻ്റെ ബാക്കിലത്തെ സ്പോക്കറ്റിൻ്റെ ഈ ബെയറിങ്ങിന്, ബാക്കിലത്തെ സ്പോക്കറ്റ് പിടിപ്പിക്കുന്ന ബെയറിങ്ങിന് ഇത്ര പ്ലേ കാണിക്കുന്നുണ്ട്. ആ ബെയറിങ് അതിൻ്റെ ഉള്ളിൽ 6005 ആ ബെയറിങ്ങിൻ്റെ നമ്പർ. അത് നമുക്ക് മാറ്റിയിടണം. ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. കമ്പനി ലൈനർ കിടക്കണേ ഒരല്പം തേമാനമൊക്കെ ഉണ്ട്, ഹബ്ബിനും തേമാനം ഉണ്ട്. ഏകദേശം 1,00,000 കിലോമീറ്റർ മുകളിൽ ഓടിയേക്കണ വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊരു മില്ലിങ് തിരിച്ചിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്യണം, ഇവിടെ ഓടിക്കോളും. പിന്നെ ബാക്കിലത്തെ വീൽ റബ്ബർ മാറ്റിയിട്ടുണ്ട്. വീൽ റബ്ബർ മാറ്റാമെന്ന് പറഞ്ഞാൽ സ്പോക്കറ്റിൻ്റെ ആ ഒരു ഫ്രീ പ്ലേ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ചെയിൻ ഓവർലാപ്പിംഗ് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിക്കളയണം കേട്ടോ. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഏകദേശം 8000 കിലോമീറ്ററോളൊക്കെ ഓടിയിട്ടുണ്ട്. അപ്പോൾ ഓയിൽ ഇതാണ് അവസ്ഥ. അപ്പോൾ ഓയിലും കൂടി കൂട്ടത്തിക്കൂടെ മാറ്റി വിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിനകത്തേക്ക് സെൻഡ് ചെയ്ത് തരാം. ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം കേട്ടോ. ഒരു 12:30 12:30 ആകുമ്പോഴത്തേക്കും ക്ലോസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ.